ഹലോ എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖവുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് ആമുഖത്തിനെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് ആമുഖത്തിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണ്? അടിസ്ഥാന പ്രമാണങ്ങളെ അംഗീകരിക്കപ്പെട്ട തത്വങ്ങളാണ് മതേതരത്വം, ജനാധിപത്യ, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. ഏതൊക്കെയാണ്? ഒന്ന് മതേതരത്വം, രണ്ടാമത്തത് ജനാധിപത്യം, മൂന്നാമത്താണ് റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. അതിലെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏതൊക്കെയാണ്? മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് ആണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അത് 42ാം ഭേദഗതിയിലൂടെയാണ്. 42ാമത് ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെല്ലാം ദേശസാൽക്കരിക്കുകയോ സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സോഷ്യലിസം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെല്ലാം ദേശസാൽക്കരിക്കുകയോ സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെല്ലാം ദേശസാൽക്കരിക്കുകയോ സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏത് കേസാണ്? അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് എത്രാമത് ഭേദഗതി വഴിയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏതാണെന്ന്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏതാ? ഓപ്ഷൻ പറയാം. സമത്വം, സാഹോദര്യം, ജനാധിപത്യം, വോട്ടവകാശം. സമത്വം, സാഹോദര്യം, ജനാധിപത്യം, വോട്ടവകാശം. ഇതിലേതാണ് ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയമാണ്? വോട്ടവകാശം കേട്ടോ. ഏതാണ്? വോട്ടവകാശമാണ് ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന്? കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാ? ആൻസർ പറയാം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദി വേർഡ് സെക്യുലർ വാസ് ഇൻസെർട്ടഡ് ഇൻ ദ പ്രിയാമ്പിൾ ബൈ വിച്ച് അമെൻമെന്റ്? ദി വേർഡ് സെക്യുലർ വാസ് ഇൻസെർട്ടഡ് ഇൻ ദ പ്രിയാമ്പിൾ ബൈ വിച്ച് അമെൻമെന്റ്? 42nd അമെൻമെന്റ് കേട്ടോ. 42nd അമെൻമെന്റിലൂടെയാണ് സെക്യുലർ, ദ വേർഡ് സെക്യുലർ വാസ് ഇൻസെർട്ടഡ് ഇൻ പ്രിയാമ്പിൾ ബൈ 42nd അമെൻമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഏത് ക്രമത്തിലാണ് കൊടുത്തിട്ടുള്ളത്? ഭരണഘടനയുടെ ആമുഖത്തിൽ ഏത് ക്രമത്തിലാണ് കൊടുത്തിട്ടുള്ളത്? പരമാധികാരം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓർഡർ എങ്ങനെയാണ്? പരമാധികാരം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം കേട്ടോ. പരമാധികാരം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ആ ഓർഡറിലാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തിനെയാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആമുഖം കേട്ടോ. ആമുഖത്തിനെയാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്? അത് ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്.
42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ്? 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ്? മതേതരത്വം, സ്ഥിതി സമത്വം. ഏതൊക്കെയാണ്? മതേതരത്വം, സ്ഥിതി സമത്വമാണ് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടുള്ള ആശയങ്ങളാണ് മതേതരത്വം, സ്ഥിതി സമത്വം ട്ടോ. മതേതരത്വം, സ്ഥിതി സമത്വമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് 42-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തതെന്ന്? 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ ചേർത്തത് ഓപ്ഷൻ പറയാം. പരമാധികാരം, സോഷ്യലിസ്റ്റ്, ജനാധിപത്യ ഭരണം, ഡെമോക്രാറ്റിക്, ജനാധിപത്യം, റിപ്പബ്ലിക്. ആൻസർ സോഷ്യലിസ്റ്റ്. 42-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് സോഷ്യലിസ്റ്റ് ട്ടോ. സോഷ്യലിസ്റ്റ് എന്നതാണ് 42-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത്. Which of the following statement are correct with the reference to the preamble of Indian Constitution? Which of the following statement are correct with the reference to the preamble of Indian Constitution? Okay, first option, preamble is the soul of Constitution. Preamble provides a key to understanding and interpretation of the Constitution. Preamble speaks about the ideal and philosophy of Constitution. The preamble contains the fundamental principle. ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. ഏതൊക്കെയാണ്? പ്രിയാമ്പിൾ ഈസ് ദ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ പ്രൊവൈഡ്സ് എ കീ ടു അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ സ്പീക്സ് അബൌട്ട് ദി ഐഡിയൽ ആൻഡ് ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രിയാമ്പിൾ കണ്ടെയ്ൻസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള തീയതി ഏത് തീയതിയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതിയാണ് 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളിലാണെന്ന് സൂചിപ്പിക്കുന്നത് ഏതിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളിലാണെന്ന് സൂചിപ്പിക്കുന്നത് ഏതിലാണ് പറയുന്നത്? ആമുഖത്തിലാണ്. ഏതിലാണ്? ആമുഖത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളിലാണെന്ന് സൂചിപ്പിക്കുന്നത് ആമുഖത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്ന്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഫസ്റ്റ് ഓപ്ഷൻ, ബേറുബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പ്രസ്താവിച്ചു. ബേറുബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പ്രസ്താവിച്ചു. ഓപ്ഷൻ കറക്റ്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റും LICയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റും LICയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ ഓപ്ഷനാണ് ആമുഖം ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 42-ാം ഭേദഗതി പ്രകാരമാണ് ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത്? ബേറുബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചു. കേന്ദ്ര ഗവൺമെന്റും LICയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. ആമുഖം ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് ആരംഭിക്കുന്നത്. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നതിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭ അംഗം ആരായിരുന്നു? അത് ആൻസർ മുകുന്ദ് രാംറാവു ജയകർ. MR ജയകർ. മുകുന്ദ് രാംറാവു ജയകറാണ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റെന്നും നിയമവിരുദ്ധമെന്ന് അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച
ഭരണഘടനാ നിർമ്മാണ സഭ അംഗമായിരുന്നു മുകുന്ദു രാംറാവു ജയകരണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേതാണെന്ന്. ഇന്ത്യ എന്നാൽ കറക്റ്റ് ആൻസർ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പസോമ ജെറി അല്ലെ, കോഡ് പസോമ ജെറി എന്ന കോഡ് പഠിച്ചാൽ മതി. ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് പസോമ ജെറിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ പറയാം. പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്, മൗലിക അവകാശങ്ങൾ. ഇതിലേതാ ഉൾപ്പെടാത്തത്? മൗലിക അവകാശങ്ങളാണ് ഉൾപ്പെടാത്തത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക് ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് മൗലികാവകാശമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ്. അത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാരാണ്? ഇങ്ങനെ പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ്. അത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നത്. ആരുടെ അഭിപ്രായമാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹു കാൾഡ് ദ പ്രിയാമ്പിൾ to Indian Constitution as soul of Constitution? Who called the preamble to the Indian Constitution as soul of Constitution? പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ. Who called the preamble to the Indian Constitution as soul of the Constitution? Soul of Constitution. പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവയാണ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ആമുഖത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഏതിലാണ്? അത് ആമുഖത്തിലാണ് അങ്ങനെ ആരംഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഫസ്റ്റ് ഓപ്ഷൻ, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നാലെ ആദർശങ്ങൾ. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. 1976 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു. ഇതാണ് 1976 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ ഏത് പദമാണ്? സെക്യുലർ എന്ന പദം ചേർത്തു. മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായിട്ട് എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായിട്ട് ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? KM മുൻഷിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? KM മുൻഷിയാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാ? സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സ്റ്റേറ്റ് ആണ് കേരളം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്ന്. അപ്പൊ ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. കോഡാണ് പസോമ ജെറി ട്ടോ. ഇന്ത്യ എന്നാൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണെന്ന്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ പറയാം. പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്, മൗലിക അവകാശങ്ങൾ. ഇതിലേതാണ് അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത്? അതിൽ മൗലിക അവകാശമാണ് ഉൾപ്പെടാത്തത് ട്ടോ. മൗലിക അവകാശം ഉൾപ്പെടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും
ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഇത് ആമുഖത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാണ്. ഇങ്ങനെ ആരംഭിക്കുന്നത് ആമുഖത്തിലാണ്.